ഹലോ ഗായ്സ്, നമസ്കാരം. നമ്മളിപ്പോൾ ബാങ്കോക്ക് സിറ്റിയിലെ ചാവപ്പാറ നദിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഒരു ഫെറി മുഖാന്തരമാണ് നമ്മൾ ഈ നദി മുറിച്ചു കടക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച വത് അരുൺ എന്നൊരു അമ്പല ദർശനത്തിനായാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ പുറകുവശത്ത് ആ അമ്പലം ദൃശ്യമാണ്. ഈ അമ്പലത്തിന് ഇനിയൊരു നാമകരണം കൂടിയുണ്ട്, ദ ടെമ്പിൾ ഓഫ് ഡോൺ. വൈകുന്നേരങ്ങളിലാണ് സാധാരണയായി സന്ദർശകർ ഈ അമ്പലം ദർശനത്തിനായി എത്താറുള്ളത്. നമ്മളും വൈകുന്നേരം തന്നെയാണ് ഈ അമ്പല ദർശനത്തിനായി തിരഞ്ഞെടുത്തത്. ചാവപ്പാറ നദി മുറിച്ചു കടക്കുന്നത് അവിസ്മരണീയമായ കാഴ്ചയാണ്. ഒത്തിരി ഫെറി സർവീസുകളും ലക്ഷറി ക്രൂയിസ് ബോട്ടുകളും പോകുന്ന സമയമാണ് ഈ വൈകുന്നേരം. ലക്ഷറി ക്രൂയിസ് ബോട്ടുകളിൽ സന്ദർശകർക്കായി കാത്തിരിക്കുന്നത് ഡിന്നറും തായ്ലൻഡിൻ്റെ തനത് കലാരൂപങ്ങളും മറ്റും ചേർത്ത് ഒരു പാക്കേജ് ആയിട്ടാണ് നൽകുന്നത്. ബാങ്കോക്ക് സിറ്റിയെ മുറിച്ചു കടന്നു പോകുന്ന ചാവപ്പാറ നദിയുടെ ഇരുവശങ്ങളിലും ഒട്ടേറെ അമ്പലങ്ങളും കെട്ടിടങ്ങളും ഉദ്യാനങ്ങളുമെല്ലാം നിറഞ്ഞ് അവിസ്മരണീയമായ കാഴ്ചയാണ്. ഫെറി സർവീസുകൾ ഉപയോഗിക്കുന്നതിനായി ഓരോ വശത്തേക്കും 5 ബാത്ത് നൽകേണ്ടതുണ്ട്. അമ്പലത്തിൻ്റെ പ്രവേശന കവാടം നമ്മുടെ നാട്ടിലെ ഏതൊരു അമ്പലത്തിനെയും അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള വീതികളാണ്. അമ്പലത്തിൽ പ്രവേശനത്തിനായി 200 ബാത്ത് നൽകേണ്ടതുണ്ട്. അതിനൊപ്പം നമുക്ക് ഓരോ വെള്ളക്കുപ്പികൾ നൽകുന്നതാണ്. ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൽ വെള്ളക്കുപ്പി ടിക്കറ്റിനൊപ്പം നൽകുന്നത്. അമ്പലം ഒരു പ്രത്യേക രീതിയിലുള്ള നിർമ്മിതിയാണ്, നമ്മൾ മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത പോലെ. ഇന്നെന്തോ പ്രത്യേക ദിനമാണെന്ന് തോന്നുന്നു. തായ്ലൻഡിലെ പുരാതന വസ്ത്രധാരണ രീതിയിൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് വിദേശികളും സ്വദേശികളുമായ ഒട്ടേറെ പേർ അങ്ങോളം ഇങ്ങോളം നടന്നു നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതേ രീതിയിലുള്ള വസ്ത്രധാരണം അണിയാൻ താല്പര്യമുള്ളവർക്ക് ഇതിവിടെ വാടകയ്ക്കും ലഭ്യമാണ്. എല്ലാ പേരും ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന തിരക്കിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അമ്പലം ഒരു പ്രത്യേക രീതിയിലുള്ള നിർമ്മിതിയാണ്. നടുവിലായി ഒരു വലിയ ഗോപുരവും ചുറ്റിനും ചെറിയ 4 ഗോപുരങ്ങളുമുണ്ട്. അതല്ലാതെ മറ്റു ചില ചെറിയ ചെറിയ ഗോപുരങ്ങളുമുണ്ട്. അമ്പലത്തിൻ്റെ മോൾഭാഗം വരെയുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. 1-ാം നില വരെ മാത്രമേ സന്ദർശകർക്ക് ഇപ്പോൾ പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് ഈ അമ്പലം സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. പ്രധാന ഗോപുരത്തിന് 89 അടിയാണ് ഉയരം. 17-ാം നൂറ്റാണ്ടിൽ തസ്കൻ എന്ന രാജാവാണ് ഈ അമ്പലം നിർമ്മിച്ചത്. തായ്ലൻഡ് ഭാഷയിൽ വത്ത് എന്നാൽ അമ്പലമെന്നാണ്. അതിനാൽ തായ്ലൻഡിലെ എല്ലാ അമ്പലത്തിനു മുമ്പും വത്ത് എന്ന പേര് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ അമ്പലത്തിൽ ദർശനത്തിനായി എത്തേണ്ടത് രാവിലെയോ വൈകുന്നേരമോ ആണ്. കാരണം ഇവിടുത്തെ സൺറൈസും സൺസെറ്റും വളരെ പ്രശസ്തമാണ്. അമ്പലത്തിന് ചുറ്റും മനോഹരമായ ഉദ്യാനങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ താഴെ വന്നപ്പോൾ പ്രാചീന രീതിയിൽ വസ്ത്രധാരണം ധരിച്ച് ഒത്തിരി തായ്ലൻഡ് സ്വദേശികളും വിദേശികളും ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കുന്നത് കാണാൻ കഴിയുന്നതാണ്. അമ്പലത്തിനു ചുറ്റും ഉദ്യാനങ്ങളും മറ്റുമായി വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള ഒത്തിനവധി കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് ഈ അമ്പലം നൽകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഏതോ വിശേഷ ദിവസമാണ് ഇന്ന്. എല്ലായിടത്തും അലങ്കാരങ്ങളും തോരണങ്ങളും മറ്റും ദൃശ്യമാണ്. മൊത്തത്തിൽ ഒരു ദൃശ്യവിരുന്നാണ് വത് അരുൺ എന്ന അമ്പലം സമ്മാനിക്കുന്നത്. ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും എല്ലാം പറ്റിയ ഒരിടം. ബാങ്കോക്കിൽ എത്തുന്ന സഞ്ചാരികൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു മനോഹരമായ അമ്പലമാണ് വത് അരുൺ. ഫോർ ദ ടൈം ബീയിങ്, സൈനിങ് ഓഫ്, സാരാദീപ്.